നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഒരു ടൂളിനെ പറ്റിയാണ്. അതായത് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റുമായിട്ട് ഏതെങ്കിലും മറ്റൊരു ടൂൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെബ്സൈറ്റിലേക്ക് കോഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് ഫേസ്ബുക്ക് പിക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ അനാലിറ്റിക്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ റീമാർക്കറ്റിംഗ് ടാഗ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ പോകാതെ ഈ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഗൂഗിൾ ടാഗ് മാനേജറാണ്. അതായത് ഒരു ഗൂഗിൾ ടാഗ് മാനേജർ അക്കൗണ്ടിൽ ഡിഫറെൻറ്റ് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള നമുക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരുപാട് അക്കൗണ്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്യാം. അതിനകത്ത് ശേഷം നമുക്ക് അവിടുന്ന് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ അക്കൗണ്ടിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ അക്കൗണ്ടും നമ്മൾ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വെബ്സൈറ്റിൻ്റെ ബാക്കെൻഡിൽ ചെന്ന് നമ്മൾ കോഡുകളൊന്നും പ്ലേസ് ചെയ്യാതെ നമുക്ക് ഈ ഒരു ടാഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി മറ്റ് പ്ലാറ്റ്ഫോമുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് പിക്സൽ നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ഗൂഗിൾ അനാലിറ്റിക്സ് നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാം. ഗൂഗിൾ ആഡ്സിൻ്റെ റീമാർക്കറ്റിംഗ് ടാഗ് യൂസ് ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ് അല്ലെങ്കിൽ കൺവേർഷനൊക്കെ സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് നമുക്കിതിവിടെ ചെയ്യാൻ സാധിക്കും. സോ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്കിത് ആദ്യം ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട്സാണ് ഇതെല്ലാം. സോ ഇവിടെ ഏതെങ്കിലും അക്കൗണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ട്സിനകത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോഡുകൾ ടാഗുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ അപ്പോൾ ആദ്യം നമ്മളത് ഗൂഗിൾ ടാഗ് മാനേജറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ചെല്ലാനായിട്ട് നമുക്ക് ആക്സസ് കിട്ടും. സോ ഗൂഗിൾ ടാഗ് മാനേജർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വേർഷൻ ആൻഡ് അഡ്മിൻ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടെ മേളിൽ നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗൂഗിൾ ടാഗ് മാനേജറാണ്. സോ ഇവിടെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാനത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വെബ്സൈറ്റ് ഡാഷ്ബോർഡ് ഡാഷ്ബോർഡ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകിൽ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ടൂള് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ടൂൾസ് അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലുമൊക്കെ ഗൂഗിൾ അനലിറ്റിക്സ് ഇപ്പം പറഞ്ഞ റീമാർക്കറ്റിംഗ് ടാഗ്സ് അതുപോലെ തന്നെ പിക്സൽ അതുപോലെ ധാരാളം കോഡുകൾ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്താൽ മതി. ബട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഗൂഗിൾ ടാഗ് മാനേജറും വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനിഷ്യലി ചെയ്യേണ്ടത്. സോ അത് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്താൽ മതി. നമുക്കത് യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കോഡുകൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ടാഗ് മാനേജർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ടാഗ് മാനേജർ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോഡ് കിട്ടും. ആ കോഡ് ഇതായിരിക്കും. ഈ കോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പേസ്റ്റ് ദിസ് കോഡ് ആസ് ഹൈ ഇൻ ദ ഹെഡ്. അതായത് ഹെഡിൻ്റെ അല്ലെങ്കിൽ ഹെഡർ സെക്ഷൻ്റെ ആ ഒരു ഹെഡർ സെക്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ കോഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബോഡി സെക്ഷൻ്റെ ബോഡിയുടെ അവിടെയും ഈ ഒരു കോഡ് കോപ്പി ചെയ്ത് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് കോഡുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലഗിൻ യൂസ് ചെയ്യാം. ആ പ്ലഗിനെ നമുക്കിവിടെ കോഡ് സ്നിപ്പറ്റ് എന്ന് പറയുന്നൊരു പ്ലഗിൻ നമുക്ക് കിട്ടും. ആ കോഡ് സ്നിപ്പറ്റ് എന്ന് പറയുന്ന ആ പ്ലഗിനിൽ നമുക്ക് ഈ ഒരു കോഡ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് പ്ലഗിൻസ് ചെല്ലുക, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് പ്ലഗിൻസ് ചെന്നതിന് അവിടെ നമുക്ക് ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പ്ലഗിൻസ് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നമുക്ക്
ഇൻസേർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ആ കോഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു പ്ലഗിൻ വരും. സോ ഇതാണ് പ്ലഗിൻ. ഞാനിവിടെ ആക്റ്റീവാണ്, കാരണം ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് ആക്റ്റീവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇത് ഓൾറെഡി ഇവിടെ ആക്റ്റീവാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയല്ലായിരിക്കും വരുന്നത്. അവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ദെൻ എന്ത് ചെയ്യണം, ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആയിരിക്കും ആ പ്ലഗിൻ വരുന്നത്. ഇവിടെ വരുന്ന ആ പ്ലഗിൻ, ആ സെയിം പ്ലഗിൻ്റെ നെയിം വരുന്നത് കോഡ് സ്നിപ്പറ്റ് എന്ന് പറഞ്ഞ ഒരു നെയിമിലായിരിക്കും ഇവിടെ വരുന്നത്. സോ കോഡ് സ്നിപ്പറ്റിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ആഡ് സ്നിപ്പറ്റ്, അതിൻ്റെ തൊട്ട് താഴെ ഹെഡർ ആൻഡ് ഫുഡർ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഹെഡർ ആൻഡ് ഫുഡറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഹെഡറിൽ ഈ ഒരു കോഡ്, അതായത് ഗൂഗിൾ ടാഗ് മാനേജർ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോഡ് കിട്ടും. ആ കോഡ്, ഈ ഹെഡർ കോഡ് ഇതിൽ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബോഡിയും ഇവിടെ വന്ന് അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ കൊടുത്തതിന് ശേഷം അത് സേവ് കൊടുത്തു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് കണക്റ്റഡ് ആവും. കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വന്നിട്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കുക. ലിങ്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഗൂഗിളിൻ്റെ കോഡുകൾ, അതായത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ടൂൾസുകൾ ഇതിനകത്തൊക്കെ ആക്റ്റീവ് ആണെന്ന് അറിയാനായിട്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. ആ എക്സ്റ്റൻഷൻ നമ്മൾ പറയുന്ന പേരാണ് ടാഗ് അസിസ്റ്റൻറ്റ്, ഗൂഗിൾ ടാഗ് അസിസ്റ്റൻറ്റ് ലെഗസി എന്ന് പറയുന്ന ആ ഒരു പേരിൽ നമുക്കൊരു പ്ലഗിൻ കിട്ടും, ഒരു എക്സ്റ്റൻഷൻ കിട്ടും. ആ എക്സ്റ്റൻഷൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്കത് കാണാൻ പറ്റും. സോ അതൊന്ന് റൺ ചെയ്യിക്കുക. അതിന് ആ എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് റെക്കോർഡ് കൊടുക്കുക. റെക്കോർഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് ഏതൊക്കെ ടാഗ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഈ ഒരു വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. എന്നിട്ട് അതൊന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് കാണിച്ചു തരും ഇതിനകത്ത് ഗൂഗിൾ ടാഗ് മാനേജർ സക്സസ് ആയിട്ടാണോ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന്. സോ അത് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ ടാഗ് മാനേജർ ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് കാണിച്ചു തരും ഗൂഗിൾ ടാഗ് മാനേജർ ഇവിടെ നമുക്ക് ഉണ്ട്. അതായത് സക്സസ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജർ ഇവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും പിക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഇവൻ്റ് കൺവേർഷനൊക്കെ ട്രാക്ക് ചെയ്യാനും സെറ്റപ്പ് ചെയ്യാനും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഈ ടൂൾ യൂസ് ചെയ്താൽ മതി. നമുക്ക് വേഡ്പ്രസ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ ചെന്ന് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പ്ലഗിൻസ് യൂസ് ചെയ്ത് ഇനിയും ചെയ്യേണ്ട കാര്യം നമുക്ക് വരുന്നില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗൂഗിൾ ടാഗ് മാനേജർ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുന്നതും അത് വർക്കിംഗ് ആണോ നമ്മൾ നോക്കുന്നത്. സോ ഇനി നമുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറയുന്ന ഒരു പ്ലഗിൻ നമുക്ക് ഡയറക്റ്റ് നമുക്ക് പ്ലഗിൻസ് അവൈലബിൾ ആണ്. ആ പ്ലഗിൻസ് യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് ഈ ഗൂഗിൾ ടാഗ് മാനേജർ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ നോക്കി. അത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ കിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോഡ് കൊണ്ട് ആ ഒരു പ്ലഗിൻ കോഡ് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലഗിനെ കൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഗൂഗിൾ ടാഗ് മാനേജറും വെബ്സൈറ്റുമായിട്ട് കണക്റ്റഡ് ആവും. പിന്നെ ഇതിൻ്റെ ഇനി എന്തെങ്കിലും കോഡുകൾ പ്ലേസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വെബ്സൈറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഗൂഗിൾ ടാഗ് മാനേജർ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഡ് ഇട്ടുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ കൂടുതൽ കോഡ് അല്ലെങ്കിൽ ഒരുപാട് പ്ലഗിൻസ് ഒന്നും വരാതെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അതുപോലെ വെബ്സൈറ്റിൻ്റെ ആ ഒരു സ്പീഡൊന്നും കുറയത്തില്ല. അതായത് ഒരുപാട് കോഡ് അല്ലെങ്കിൽ ഒരുപാട് പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ വെബ്സൈറ്റിൻ്റെ ആ ഒരു പെർഫോമൻസ് താഴ്ത്തു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ വെബ്സൈറ്റിൻ്റെ സ്പീഡ് കൂട്ടാനൊക്കെ സാധിക്കും. സോ ഇതാണ് ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഓരോ ടാഗുകൾ, അതായത് പിക്സൽ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്സിൻ്റെ റീമാർക്കറ്റിംഗ് ടാഗൊക്കെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അതിട്ട് കഴിഞ്ഞാൽ അതിനുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.